Hey guys, we are back with Aad 3. Aad franchise is the final part. ഈ ആട് മൂവിയുടെ ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു കെയോട്ടിക് കോമഡി അല്ലെങ്കിൽ കെയോസ് ആണ് മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. MMT ഇൻസ്പയർഡ് ഫ്രം ഗായ് റിച്ചി മൂവീസ്. അതിൽ സ്നാച്ച് എന്ന് പറയുന്ന മൂവിയാണ് ആട് മൂവിയുടെ ഒരു കോർ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇൻഫാക്ട് ഈ ഒരു കെയോസ് ആണ് ആട് മൂവിനെ കുറച്ചുകൂടി ഫൺ ടു വാച്ച് ആക്കുന്നത്. ടു ബി ഓണസ്റ്റ്, ആട് 3 ആ ആടിന്റെ ഒരു കോർ കോൺസെപ്റ്റ് ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. ആൻഡ് ഈ മൂവിയുടെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ആ ലാസ്റ്റ് 45 മിനിറ്റ്സിലാണ് ഈ ഫിലിം ശരിക്കും കഥ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. ആ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ ഓപ്പൺലി പറയാം, എനിക്ക് ഉറങ്ങിപ്പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഒന്ന് രണ്ട് കോമഡി സീൻസും ഇൻട്രോ സീൻസും മാത്രമാണ് ഫസ്റ്റ് ഹാഫിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. എസ്പെഷ്യലി സാത്താൻ സേവ്യറിന്റെ ഒരു ഇൻട്രോ സീൻ, ഷർബത്ത് ഷമീറിന്റെ ഒരു ഇൻട്രോ സീൻ, ധർമ്മജൻ ബോൾഗാട്ടി പ്ലേ ചെയ്യുന്ന ക്യാപ്റ്റൻ ക്ലീറ്റസിന്റെ ക്യാരക്ടർ ഇടുന്ന ഓരോ ചെളിക്കും എങ്ങനെ ചിരിക്കും എന്നായിരുന്നു എൻ്റെ മെയിൻ കൺഫ്യൂഷൻ. അത്രയും ക്രിഞ്ചും എന്താ പറയാ, ഭയങ്കര ഒരു നിലവാരം കുറഞ്ഞൊരു കോമഡി ആയിരുന്നു ധർമ്മജന്റെ ക്യാപ്റ്റൻ ക്ലീറ്റസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ കാഴ്ചവെച്ചത്. ആൻഡ് ഓഫ് കോഴ്സ് വിനായകന്റെ ഡ്യൂഡാണ് ഇതിൻ്റെ അകത്ത് പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. ഈ പ്ലേഡ് ഇറ്റ് വെരി വെൽ. പക്ഷെ അതിന്റെ ഇനിഷ്യൽ പോർഷൻസിൽ കുറച്ച് അലമ്പുണ്ടായിരുന്നെങ്കിലും പുള്ളി പിന്നീട് ഡ്യൂഡായിട്ട് വീണ്ടും പുള്ളി ഇൻട്രൊഡക്ഷൻ വന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു ഹൈ കിട്ടിയായിരുന്നു. ബട്ട് അപ്പോഴും പടം എന്താ പറയാ, ആട് 3 എന്ന് പറഞ്ഞ മൂവി ഒട്ടും എനിക്ക് കണക്റ്റേ ആവുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് പാസ്റ്റ് കാണിക്കുന്നു, ഇടയ്ക്ക് ഫ്യൂച്ചർ കാണിക്കുന്നു, ഇടയ്ക്ക് പ്രസന്റ് കാണിക്കുന്നു. ആട് 3 അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈം ട്രാവൽ മൂവി ആയിട്ടാണ്. ബട്ട് ഇത് ടൈം ട്രാവലിന് മുകളിൽ ഇതൊരു ടൈം ലൈൻ മെർജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പാസ്റ്റിലെ പോർഷൻസ് ഒക്കെ കൊള്ളാമായിരുന്നെങ്കിലും ജയസൂര്യ പ്ലേ ചെയ്യുന്ന പത്മനാഭൻ എന്ന രാജാവിന്റെ ഒട്ടും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. പുള്ളി ഒരു ബുദ്ധിയുള്ള രാജാവാണോ ബുദ്ധിയില്ലാത്ത രാജാവാണോ എന്നുള്ളൊരു ക്ലാരിറ്റി ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. അതേസമയം വിനായകൻ പ്ലേ ചെയ്യുന്ന അസ്ലം ഖാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ക്ലിയർ ആയിരുന്നു. പുള്ളി ഒരു റൂത്ത്ലെസ് കണ്ണിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നുള്ളത് ആ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ തൊട്ടേ ക്ലിയർ ആണ്. അതേസമയം മറ്റ് ക്യാരക്ടേഴ്സ് ലൈക്ക് അർക്കലബുയുടെ തന്നെ ഒരു പാസ്റ്റ് വേർഷൻ ഉണ്ട്. അവരുടെ എല്ലാം ക്യാരക്ടറിന് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്. എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയ കാര്യം, എന്തായാലും ആട് 3 അവർ ഫൈനൽ പാർട്ടായിട്ട് ഇറക്കുന്നത് കൊണ്ട് മാക്സിമം മിൽക്ക് ചെയ്യാൻ പറ്റുന്നത് മിൽക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇവർ ഈ മൂവിനെ പിഴിഞ്ഞെടുത്തേക്കുന്നത്. ഒരു ഭാഗത്ത് ദുരന്തർ 2 രണ്ടാമത്തെ ഫിലിമിൽ തന്നെ എല്ലാം കുത്തി കയറ്റി പെട്ടെന്ന് തന്നെ എൻഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് മറുഭാഗത്ത് ആട് 3 മാക്സിമം മിൽക്ക് ചെയ്യാൻ പറ്റുന്നത് മിൽക്ക് ചെയ്യാൻ നോക്കുകയാണ്. So to end, Aad 3 was more or less like an average flick for me. Average or below average. അത്രയും എൻ്റെ ഒരു എക്സ്പെക്ടേഷൻസിനൊത്ത് പടം വന്നില്ല. പ്രോബ്ലി പാർട്ട് 2 വന്ന സമയത്ത്, ആട് 3 പാർട്ട് 2 വന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന് തോന്നുന്നു. കുറച്ചുകൂടിയും ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാകുമെന്ന് തോന്നുന്നു. So that's Aad 3 one last ride for you. Take care.